ഹലോ, ഇന്ന് ഞങ്ങൾ അൽവത്തബേൽക്കാണ് കേട്ടോ പോണത്. അവിടെ ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട്, അതെന്താണെന്ന് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഞങ്ങളങ്ങനെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നല്ലൊരു തിരക്കുള്ള ദിവസമാണ്, ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രത്യേകത ഉണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർക്കിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി. ഇവിടെ എൻട്രി ഫീ വരുന്നത് 10 ദിർഹംസാണ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്ത് കയറിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബാഗൊക്കെ സ്കാൻ ചെയ്യും, അതൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ നമ്മൾ അകത്തേക്ക് കയറ്റുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രത്യേകത ഇതാണ് കേട്ടോ. ഇന്നിവിടെ എ.ആർ. റഹ്മാൻ വരുന്നുണ്ട്. 9:30ക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ടാവെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അതുവരെ കുറച്ച് എവിടെയെങ്കിലൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് നടക്കാണ് കേട്ടോ. ഗ്ലോബൽ വില്ലേജിൻ്റെ ഒരു മിനി വേർഷൻ തന്നെയാണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. ഞങ്ങളിങ്ങനെ ഫസ്റ്റ് അബുദാബി കൾച്ചർ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയതാണ്. അപ്പോൾ അവിടെ ട്രഡീഷണൽ ഡാൻസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു ഫ്രണ്ടും ഫാമിലി ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ മക്കൾക്കൊക്കെ ബോറടിച്ച് തുടങ്ങിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ അവരെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവിടെ അടുത്ത് തന്നെ ആനിമൽസിൻ്റെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി. ഫസ്റ്റ് ഒരു ആർട്ടിഫിഷ്യൽ ആനയായിരുന്നു, പിന്നുള്ളതൊക്കെ ശരിക്കുള്ള ഒറിജിനൽ ആനിമൽസ് തന്നെയായിരുന്നു കേട്ടോ. എൻ്റെ മോനൊക്കെ ടൈഗറിനെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ അവിടെ പോയപ്പോൾ സർപ്രൈസിംഗ്ലി എല്ലാ ടൈഗേഴ്സും നല്ല ഉറക്കമാണ്. എന്താണെന്നറിയില്ല, ഫുഡ് കഴിച്ച് മയങ്ങി കിടക്കണോ അതോ വിശന്നിട്ട് ഉറങ്ങുകയാണെന്നൊന്നും അറിയില്ല. എല്ലാ ടൈഗേഴ്സും ഒരുപോലെ ക്ഷീണിച്ച് കുഴഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് കേട്ടോ അത്. ഇത് നമുക്ക് ആനിമൽസിൻ്റെ അടുത്ത് നിന്നിട്ട് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും, അതിൻ്റെ അകത്ത് കയറാനൊക്കെ പറ്റും. അതിനൊക്കെ സെപ്പറേറ്റ് ചാർജസ് ഉണ്ട്. നമ്മൾ ആദ്യം തന്നെ പേ ചെയ്തിട്ട് വേണം അതിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ആകുമ്പോൾ തന്നെ നമുക്കൊരു കാർഡ് കിട്ടും. പിന്നെ അഡൾട്ട്സിന് 20 ദിർഹംസും കിഡ്സിന് 10 ദിർഹംസും പിന്നെ കാർഡിനൊരു 3 ദിർഹംസും, അങ്ങനെ ഒരു 53 ദിർഹംസാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ സെപ്പറേറ്റ് ഈ ആനിമൽസിൻ്റെ ഒക്കെ എടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാർഡ് റീചാർജ് ചെയ്താൽ മതി. എനിക്ക് ആനിമൽസിനൊക്കെ പേടിയായതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മക്കളൊക്കെ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നടക്കുമ്പോഴാണ് ഈ ഒരാളെ കണ്ടത്. കുറേ ആനിമൽസിനെ കാണാൻ പറ്റൂട്ടോ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. പുറത്തുനിന്ന് കാണുമ്പോൾ ചെറുതാന്ന് വിചാരിക്കും, പക്ഷേ ഒരുപാട് ആനിമൽസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആനിമൽസ് മാത്രമല്ല, വെറൈറ്റി ഓഫ് ബേർഡ്സും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ നമുക്ക് അവിടെ ടൈഗറിൻ്റെ കബ്ബിനെ ഫീഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിന് വരുന്നത് 300 ദിർഹംസാണ് ഒരാൾക്ക് അതിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് പേടിയായതുകൊണ്ട് അതിനുള്ളിൽ കയറിയില്ല. ഇവിടെ സ്നേക്സും റെപ്റ്റൈൽസും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് എനിക്ക് കാണുമ്പോൾ എന്തോ ഭയങ്കര ഒരു അറപ്പും ഇതൊക്കെ തോന്നുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ അധികം നിന്നില്ല, വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അവിടെ പോയപ്പോൾ അതാ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ആളെ കണ്ടു. പിന്നെ അങ്ങനെ കുറച്ച് ദൂരം നടന്നപ്പോൾ അവിടെ ട്രഡീഷണൽ സോങ്ങും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. നേരത്തെ തന്നെങ്ങാട്ടി ഒന്നും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു കേട്ടോ. ആ ഒരു വുഡിൻ്റെ ഒരു പലക പോലത്തെ ഒരു സംഭവം വെച്ചിട്ട് ഇങ്ങനെ അടിച്ചിട്ടൊക്കെയാണ് പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അവിടെ ഭയങ്കര ക്യൂ ആണ്, അടുക്കാൻ പറ്റണില്ല. അപ്പോൾ ചായയും ലുക്കയുമാത്താണ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ പ്രോഗ്രാമൊക്കെ ഏകദേശം സ്റ്റാർട്ടാവാനായിട്ടുണ്ടായിരുന്നു.
അവിടെ ചെന്ന് നോക്കുമ്പോൾ നമുക്ക് സ്റ്റേജ് തന്നെ കാണാനില്ല, അത്രയധികം ആൾക്കാരുണ്ട്. ഫ്രണ്ട് സൈഡിൽ തന്നെ VIPസിനെ ഇരുത്തിയിട്ട് ബാക്കിൽ നമ്മളെല്ലാവരും നിൽക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. എല്ലാവരും ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെയും കാണാൻ പറ്റിയിരുന്നു, പക്ഷേ എല്ലാവരും നിൽക്കുന്നതുകൊണ്ട് നമുക്ക് തീരെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ മേലെ വലിയൊരു സ്ക്രീനിൽ അവർ ഇങ്ങനെ പ്രോഗ്രാം കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ക്രീനിൽ കൂടെ കേട്ടോ കൂടുതലും പ്രോഗ്രാംസ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പോയത് വീക്കെൻഡിലായതുകൊണ്ടും പിന്നെ അന്നത്തെ ദിവസം AR റഹ്മാൻ വരുന്നതുകൊണ്ടും തന്നെ അവിടെ അത്രയും ആൾക്കാരുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കാണാൻ പറ്റും. AR റഹ്മാൻ വന്നിട്ടുണ്ട്, പക്ഷേ സ്റ്റേജിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. UAEയുടെ നാഷണൽ സോങ് ഈ ഒരു ലേഡിയാണ് കേട്ടോ പാടിയത്. നല്ല രസമാട്ടോ UAEയുടെ നാഷണൽ സോങ് കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സമയം കറക്റ്റ് 10 മണിയായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫയർ വർക്ക്സ് നടക്കുകയാണ്. ഇവിടെ വീക്കെൻഡ് ആകുമ്പോൾ ഫയർ വർക്ക്സ് ഉണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങനെ AR റഹ്മാൻ സ്റ്റേജിലേക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ടൈം ഒരു ഇൻ്റർവ്യൂ സെഷൻ പോലെ ആയിരുന്നു. ഫസ്റ്റ് റൂഹേനൂർ ബാൻഡിൻ്റെ പെർഫോമൻസ് ആയിരുന്നു. AR റഹ്മാൻ സാറിൻ്റെ ഡോട്ടർ ഖദീജ ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാ സിംഗേഴ്സും നല്ല അടിപൊളിയായിട്ട് തന്നെ പാടുന്നുണ്ട് കേട്ടോ. ഒരാളിനെ എടുത്ത് പറയാൻ പറ്റില്ല, എല്ലാവരും ഒന്നിനൊന്നും വെച്ചായിരുന്നു. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിൽ വോയിസ് കൂടുതൽ ആഡ് ചെയ്യാത്തത്. അങ്ങനെ മോസ്റ്റ് അവൈറ്റഡ് മൊമെൻ്റ് എത്തിയിട്ടുണ്ട്. AR റഹ്മാൻ സാറിൻ്റെ ഒരു മാജിക്കൽ സോങ് കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു. പക്ഷെ എല്ലാവരും ഡിസപ്പോയിൻ്റ് ചെയ്തു കേട്ടോ. ആ ഒരു ചെറിയ പോർഷനെ പാടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ ജയ്ഹൊക്കെയാണ് കേട്ടോ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടായിരിക്കും ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. പിന്നെ കുറേ നേരം ഇവരുടെ പ്രോഗ്രാം തന്നെ ആയിരുന്നു. സൂഫി സോങ്സൊക്കെ അവർ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ AR റഹ്മാൻ്റെ പുതിയൊരു സോങ് ഇറങ്ങിയിട്ടുണ്ട്, ജമാൽ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഞങ്ങളങ്ങനെ നേരെ വീട്ടിലേക്ക് പോയി.